ഒരിക്കലൊരു മാഗസിൻ അതിൻ്റെ വായനക്കാരോടായി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ഉപദേശം എന്താണ് എന്നതായിരുന്നു ആ ചോദ്യം. പലതരത്തിലുള്ള അനേകം മറുപടി കിട്ടിയതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു സംഭവകഥ ഇങ്ങനെയായിരുന്നു. ഒരു ബന്ധുവിൻ്റെ വിവാഹ സൽക്കാര ചടങ്ങിന് പോകാനൊരുങ്ങുകയാണ് ഒരു യുവാവും അയാളുടെ ഭാര്യയും 2 കൊച്ചുകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം. ഭർത്താവായ യുവാവ് പെട്ടെന്ന് തന്നെ വസ്ത്രങ്ങളൊക്കെ മാറി വിവാഹത്തിന് പോകാനായി കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് ഹോൺ മുഴക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ 2 പേരും വന്ന് കാറിൽ കയറി. കുറച്ചധിക സമയം കഴിഞ്ഞിട്ടും ഭാര്യയെ കാണുന്നില്ല. അക്ഷമനായ അയാൾ തുരുതുരാ ഹോണടിച്ചപ്പോഴാണ് ഭാര്യ തിടുക്കത്തിൽ വന്ന് കാറിൽ കയറുന്നത്. കാറിൽ കയറിയപ്പോൾ മുതൽ അയാൾ അവളെ ശകാരിച്ചുകൊണ്ടേയിരുന്നു. വരാൻ താമസിച്ചതിന്, നന്നായി അണിഞ്ഞൊരുങ്ങാത്തതിന്, വസ്ത്രങ്ങൾ അലങ്കോലമായതിനൊക്കെ അയാൾ ശകാരിച്ചുകൊണ്ടിരുന്നു. വിവാഹ സൽക്കാര സ്ഥലത്ത് ആ യുവാവിൻ്റെ അമ്മയും അച്ഛനും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. മരുമകളുടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ അമ്മക്ക് മനസ്സിലായി. ആ അമ്മ മരുമകളെ പിടിച്ചു നിർത്തി കാര്യമന്വേഷിച്ചു. ആദ്യമൊക്കെ പറയാൻ മടിച്ചെങ്കിലും ആ മരുമകൾ ഇതൊക്കെ പതിവ് സംഭവങ്ങളായിരുന്നതിനാൽ നിസ്സംഗതയോടെ ഉണ്ടായ സംഭവങ്ങൾ അതുപോലെ വിവരിച്ചു. വിവാഹ സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിയാൻ നേരത്ത് ഒരു സ്കൂളിലെ പ്രധാന അധ്യാപിക കൂടിയായ ആ അമ്മ മകനെ മാറ്റി നിർത്തി പറഞ്ഞു, നാളെ രാവിലെ നീ എൻ്റെ സ്കൂളിലേക്ക് വരണം. കുട്ടികൾക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നൽകാനാണ്. അത് കേട്ട ഉടനെ മകൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വരാനമ്മ? ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടോ എന്ന് തിരക്കണം. പെട്ടെന്നായതുകൊണ്ട് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും. കൂടാതെ അമ്മയുടെ സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാലല്ലേ എനിക്ക് പഠിച്ചൊരുങ്ങി വരാൻ സാധിക്കൂ. അമ്മ പറഞ്ഞു, ശരിയാണ്, ആർക്കായാലും ഏത് പരിപാടിക്ക് പോകുമ്പോഴും അവനവൻ്റേതായ ഒരു സമയം വേണം. നീ ഒരു പരിപാടിക്ക് പോകാനായി വേഗം ഒരുങ്ങി കാറിൽ കയറിയിരിക്കുമ്പോൾ നിന്റെ ഭാര്യയെക്കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ? കുട്ടികളെ ഒരുക്കണം, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കണം, അവൾക്കും ഒരുങ്ങാൻ സമയം വേണം. അവരുടെ പ്രയാസങ്ങൾ കാണാത്തതെന്ത്? ജീവിതം ഒരു ഓട്ട മത്സരമല്ല. ചുറ്റുമുള്ളവരെയൊക്കെ പിന്നിലാക്കി മത്സരിച്ച് ഓടേണ്ട കാര്യവുമില്ല. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെയൊക്കെ ആസ്വദിച്ച് കൂടെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിച്ച് സമാധാനമുള്ള ഒരു നടത്തമാണത്. നീയും ജീവിതത്തെ അങ്ങനെ വേണം കാണാൻ. ഈ കത്തെഴുതിയ ചെറുപ്പക്കാരൻ തുടർന്നെഴുതിയത് തൻ്റെ അമ്മ അന്ന് നൽകിയ ഉപദേശപ്രകാരം ജീവിക്കാൻ തുടങ്ങിയതോടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി എന്ന് കരുതിയിരുന്ന സന്തോഷവും സൗഭാഗ്യവും ഒക്കെ തനിക്ക് തിരിച്ചു കിട്ടിയെന്നാണ്. പലർക്കും ജീവിതം ഒരു ഓട്ട മത്സരമാണ്. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാമെന്ന് പ്രതീക്ഷിച്ച് ഓടുന്ന ഒരു മരണപ്പാച്ചിൽ. കൂടെയുള്ളവരെ അത്തരക്കാർ ഗൗനിക്കാറേയില്ല. ഇത്തരം മത്സര ഓട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില തിരിച്ചറിവുകൾ, ജീവിത മൂല്യങ്ങൾ, സന്തോഷങ്ങൾ, നല്ല നിമിഷങ്ങളെയൊക്കെ നിസ്സാരമായി കാണരുത്. പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് നടക്കുന്ന ആസ്വാദ്യകരമായ ഒരു നടത്തമാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം.